നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇഗ്നോയുടെ എക്സാമുകളൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഇഗ്നോ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് അസൈൻമെൻറ്റ് മാർക്കിനെ കുറിച്ചായിരിക്കും. നമ്മൾ ഇതിനു മുമ്പായിട്ട് ജൂൺ എക്സാം എഴുതി അവരുടെ എക്സാം റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ പാസിംഗ് മാർക്ക് എത്രയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ അറിയേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ് മാർക്കിൻ്റെ വിവരമായിരിക്കാം. 2023 ജൂൺ സെഷനിലെ ആൾക്കാരായിരിക്കും ഈ ഒരു അസൈൻമെൻറ്റ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ അസൈൻമെൻറ്റ് മാർക്ക് എങ്ങനെയാണ് അറിയുക, അത് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇഗ്നോയുടെ ഓരോ പ്രോഗ്രാമിൻ്റെയും കംപ്ലീഷന് വേണ്ടിയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ 30%, നമ്മൾ ടേം എൻഡിൽ എഴുതുന്ന, അതായത് നമ്മൾ എഴുതിയ എക്സാമിൻ്റെ 70% കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് മാർക്ക് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഒന്നിക്കൽ നമ്മളുടെ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് അസൈൻമെൻറ്റ് നേരിട്ട് സബ്മിറ്റ് ചെയ്യും, അതല്ലെങ്കിൽ പോസ്റ്റൽ വഴി അയക്കും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരവും. എന്നാൽ നേരത്തെ സബ്മിറ്റ് ചെയ്തു എന്ന് കരുതി നമുക്ക് ഒരിക്കലും നേരത്തെ റിസൾട്ട് വരണം എന്നൊന്നുമില്ല. നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മളുടെ അസൈൻമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ഈ വർഷത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയ് 30 ശേഷമായിരിക്കണം നമ്മൾ അസൈൻമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞപാട് തന്നെ ഇവർ നോക്കുമെന്നുള്ള ഒരു ഉറപ്പും നമുക്കില്ല. കാരണം ഒരു 6-7 മാസമൊക്കെയാണ് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ ഫുൾ അപ്ഡേഷൻ ഉണ്ടാകാനുള്ള ഒരു ടൈം എടുക്കുന്നത്. ഇഗ്നോയുടെ അസൈൻമെൻ്റ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതത് സ്റ്റഡി സെൻറ്ററിൽ വെച്ച് തന്നെയാണ്. അതിനുശേഷം അവർ നമ്മളുടെ റീജിയണൽ സെൻറ്ററിലേക്ക് മാർക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം റീജിയണൽ സെൻറ്ററിൽ നിന്നാണ് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടും അപ്ഡേറ്റ് ആകുന്നത്. അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരുമിച്ച് അപ്ഡേറ്റ് ആവുകയല്ല ചെയ്യുക, ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടൈമിലായിരിക്കും നമുക്ക് അപ്ഡേഷൻ വരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറണം. അതിനുശേഷം അവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഒരു വിൻഡോ കാണാം. അവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ പ്രോഗ്രാമും ഡേറ്റ് ഓഫ് ബർത്തും ഫില്ല് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഗ്നോയുടെ പ്രൊഫൈലിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. പിന്നീട് വരുന്ന വിൻഡോയിൽ നമുക്ക് നമ്മളുടെ ഫുൾ സ്റ്റാറ്റസ്, അതായത് നമ്മളുടെ കോഴ്സിനെ കുറിച്ചുള്ളതും നമ്മളുടെ കുറേ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് നമ്മളുടെ ഗ്രേഡ് കാർഡ്, ടേം ആൻഡ് റിസൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അസൈൻമെൻറ്റ് സബ്മിഷൻ സ്റ്റാറ്റസ് എന്ന് കൂടി കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ സ്റ്റാറ്റസിൻ്റെ അടുത്ത് മിക്കവാറും ഉണ്ടാവുക എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്നുള്ളതായിരിക്കും. അതല്ലെങ്കിൽ ഇൻ പ്രോസസ് എന്നോ അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഈ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡിസംബർ ടേമിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്ത ആളുടേതാണ്. ഇതിലുള്ള അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ MPCE 021 എന്നുള്ളത് 4 മാർച്ചിനാണ് അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 23 വന്നിട്ടുള്ളത് 1 ഏപ്രിൽ 2024, അതായത് 2023 ഡിസംബർ ടേമിലെ എക്സാമിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു അസൈൻമെൻറ്റിൻ്റെ സ്റ്റാറ്റസാണിത്. അതായത് ഇതിലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒരു നവംബർ ആയിരിക്കും. അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുള്ളത് 4 മാർച്ചിനും അതുപോലെ തന്നെ ഏപ്രിലൊക്കെയാണ്. അപ്പോൾ ഒരു 5 മന്തൊക്കെ എടുത്തിട്ടാണ് അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 മന്തൊക്കെ എടുക്കാം എന്നുള്ളതാണ്. കുറച്ച് ലേറ്റായെന്ന് കരുതി ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അസൈൻമെൻറ്റിൻ്റെ മാർക്ക് ഇതുപോലെ തന്നെയാണ് വരാറുള്ളത്. പിന്നീട് ഇതിൽ പറയുന്നുണ്ട് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം.
ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഗ്നോ പ്രൊഫൈലിൽ പോയിട്ട് അവിടെ ഉണ്ടാവും ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക, അവിടെ റിസൾട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്കുണ്ടാകും ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ആ ഗ്രേഡ് കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു വിൻഡോ ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മളുടെ ഏത് കോഴ്സാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ എല്ലാ വിവരങ്ങളും കിട്ടും. അതായത് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിൻ്റെ മാർക്കും കൂടിയിട്ടായിരിക്കും നമ്മുടെ ഗ്രേഡ് കാർഡിൽ ഉണ്ടായിരിക്കുക. ഇവിടെ കംപ്ലീറ്റഡ് എന്നും നോട്ട് കംപ്ലീറ്റഡ് എന്നുമായിട്ട് നമുക്ക് കാണാം. നമ്മൾ അസൈൻമെൻറ്റിനും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനും അപ്പിയർ ചെയ്ത് അതിൽ പാസ്സായാൽ മാത്രമേ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്നായിരിക്കും. ഇതിൽ കാണാം MPC 021 അസൈൻമെൻറ്റ് മാർക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ടേം ആൻഡ് എക്സാമിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അവിടെ കാണിക്കുന്നത് നോട്ട് കംപ്ലീറ്റഡ് എന്നാണ്. അതിലും കംപ്ലീറ്റഡ് എന്ന് എല്ലാ സബ്ജക്റ്റിലും കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോഗ്രാം നമ്മൾ പാസ്സായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നു, നിങ്ങളുടെ അസൈൻമെൻറ്റ് റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ അതിൽ അസൈൻമെൻറ്റിൻ്റെ സ്റ്റാറ്റസിൽ പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷവും ഇത് നമ്മളുടെ ഗ്രേഡ് കാർഡിലേക്ക് അപ്പിയർ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുമായിട്ടോ അല്ലെങ്കിൽ റീജിയണൽ സെൻറ്ററുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇഗ്നോയുടെ എക്സാമിൻ്റെ പാസിംഗ് മാർക്ക് ഡിഗ്രിക്കാർക്കും PGക്കാർക്കും ഒക്കെ എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടവർ അതിൽ പോയി നോക്കിയിട്ട് നിങ്ങൾ കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്ന് നോക്കുക. ചില സമയങ്ങളിൽ അസൈൻമെൻറ്റ് സ്റ്റാറ്റസിൽ അത് പ്രോസസ്സിംഗ് എന്ന് മാത്രമേ കാണിക്കുന്നുണ്ടാകൂ, വന്നു എന്നുള്ള രീതിയിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്തിട്ട് അതിലുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ എക്സാം മാർക്ക് ഇതിൽ ഗ്രേഡ് കാർഡിൽ വന്നു, പക്ഷേ അസൈൻമെൻറ്റ് മാർക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ കംപ്ലീറ്റഡ് അല്ല എന്നാണ് അർത്ഥം. ഈ ഒരു അസൈൻമെൻറ്റ് മാർക്കിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.